ശരിക്ക് വട്ടം പിടിച്ച് ഉഴുക എന്ന് പറഞ്ഞത് നമ്മളെ ഈ പൂട്ടലാണ്. ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ നെൽകൃഷി നിറഞ്ഞിരുന്നു. കാലക്രമേണ പല വയലുകളും മറ്റ് കൃഷികളിലേക്ക് മാറി. എന്നിട്ടും ഈ വയലിൽ പാരമ്പര്യ നെൽകൃഷി തുടരുകയാണ്. ഇവിടെ ഒന്നാമത് യന്ത്രങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തൊരു വയലാണ്. പൗരാണിക രീതിയിലുള്ള കാളകളെ ഉപയോഗിച്ചുകൊണ്ട് നില മുഴുവനും സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിയും അതിനെ കൊയ്ത്തും ആൾക്കാരെന്നെ കൊയ്യണം. കാളപൂട്ടൽ ഒരു കൃഷിരീതി മാത്രമല്ല, തലമുറകൾ കൈമാറിയ അറിവും സംസ്കാരവുമാണ്. അത് നിലനിർത്താൻ ഇന്നും ചില കർഷകർ പോരാടുകയാണ്. ഇപ്പം ആർക്കും കാളയില്ല. കടന്നപ്പള്ളിയിൽ ഒരു 2009 വരെ 1 കിലോമീറ്ററിനുള്ളിൽ 30 യോട് കാളയുണ്ടായ സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇന്ന് ആകെ 2 യോട് കാലി. ഒന്ന് ഈ കാലിയും ഒന്ന് പരിയാരത്തുള്ള പുളിയൂര് പറഞ്ഞ സ്ഥലത്ത് മാടക്ക ഭാസ്കരൻ്റെ കാലിയും മാത്രമേ ഉള്ളൂ. നിങ്ങളെ പാട്ടായി കാലി നടക്കാത്ത നല്ല പാട്ടോടും നമ്മളെ പെണ്ണല്ല കുഞ്ഞപ്പാട്ടല്ല കംപ്ലീറ്റ് പാടി. നിങ്ങൾ കുഞ്ഞപ്പാട്ട പാട്ട് കേട്ടിട്ടുള്ള പെണ്ണിന്റെ കല്യാണമായ നന്നാ പാട്ട് കുഞ്ഞപ്പാട്ടിന്റെ ശബ്ദവും മനസ്സായിട്ട് പാട്ടല്ല കണ്ടാവും. ഇദ്ദേഹത്തിന് പുതുതലമുറയോട് പറയാനുള്ളത് ഈ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ ഉയർന്ന് ടെക്നോളജി മേഖലയിൽ പോകുമ്പോൾ നമ്മൾ അന്നത്തിൻ്റെ വസ്തു കൃഷിയാണ് എന്നുള്ള ബോധത്തിൽ സ്കൂളുകളിലും മറ്റ് ക്ലബ്ബുകളിലും നടത്തുന്ന ഒരു പ്രകസന ഉദ്ഘാടന പരിപാടിയിൽ പോയി 2 ചട്ടി കൊണ്ടുവന്ന് മട്ടുപ്പാവിൽ വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. അവനവൻ്റെ സ്ഥലത്ത് സ്വന്തമായി സ്ഥലമില്ലെങ്കിൽ ഇന്ന് പണ്ടത്തെ കാട്ടിയൊക്കെ വാരമ്പാട്ടം കുടിയാൽ നിയമം 964 നഷ്ടപ്പെട്ടുവെങ്കിലും ഇഷ്ടംപോലെ ഭൂമി ഇന്ന് പാട്ടമില്ലാതെ സ്നേഹം പാട്ടത്തിൽ കിട്ടുന്ന കാലമാണ്. ഞാനൊക്കെ ഒരു 10 ഏക്കറിൽ മേലെ സ്നേഹം പാട്ടത്തിൽ നെൽകൃഷി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും മണ്ണിൽ അധ്വാനിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മട്ടുപ്പാവിലൊരു 2 ചെടിച്ചട്ടി ഇട്ടിട്ട് അതിനൊരു പൈപ്പിനെ കൊണ്ട് പിടിച്ചതിനെ കൊണ്ടൊന്നും ഒരു അധ്വാനമാവില്ല. ശരിക്ക് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് നടക്കുന്ന ചില ഔദ്യോഗിക മേഖലയിൽ എൻ്റെ സുഹൃത്തുക്കൾ അവരോട് ഞാൻ പറയും, നടക്കുന്നതിന് ബദൽ എവിടെയെങ്കിലും വീട്ടിൻ്റെ പരിസരത്ത് ഒരു 10 നേന്ത്രവാഴ വെച്ച് അതിൻ്റെ പണി അതാതെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യം കിട്ടും. പിന്നെ സ്കൂളുകളിൽ മറ്റ് PTA പീരീഡുകളില്ല പോലെ ഒരു പീരീഡ് കാർഷിക മേഖലയ്ക്ക് മാറ്റി വെക്കണം. അല്ലാതെ ഒരു പ്രകസനത്തിന് ഒരു ദിവസം മാത്രം ചിങ്ങമൊന്നോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ദിനമോ മാത്രം ഒരു കാർഷിക ദിനമാക്കിയിട്ട് മാറ്റുന്ന സംവിധാനത്തിൽ നിന്ന് മാറ്റി പുതിയ രീതിയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള സംവിധാനം ഇനി അങ്ങോട്ട് എന്തായാലും ഇതൊരു നിവേദനാടിസ്ഥാനത്തിൽ തന്നെ കൃഷിമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കൊടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. തലമുറകളായി കൈമാറി വരുന്ന കാളപൂട്ടൽ ഇന്ന് വെറും ഒരു കാർഷിക രീതി മാത്രമല്ല, മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതശൈലി കൂടിയാണ്. ഇന്നത്തെ ആധുനിക കൃഷിക്കിടയിലും ഈ പരമ്പരാഗത രീതിക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? കാർഷിക മേഖലയിൽ കൃഷിഭവനും പാടശേഖര സമിതിയൊക്കെ കർഷകർക്കൊരു വലിയ കൈത്താങ്ങാണെങ്കിലും ഉന്നത തലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനൊക്കെ വളരെ പ്രശ്നമുണ്ട്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കർഷക അവാർഡിന് 2 പ്രാവശ്യം അപേക്ഷിച്ചതാണ് മുമ്പ്. ആദ്യത്തെ പ്രാവശ്യം സമ്മിശ്ര കർഷകർ അപേക്ഷിച്ചപ്പോൾ അവർ മലയോര മേഖലയിലെ ഒരുപാട് സമുദായം ഞാൻ എടുത്തു പറയുന്നില്ല, അവരുടെ ഒരുപാട് കൃഷികളെ സംവിധാനം നോക്കി നമ്മളെ സംവിധാനം ശരിയല്ല
എന്ന നിലക്ക് തള്ളി. കഴിഞ്ഞ പ്രാവശ്യം ഈ കർഷകർക്ക് കേരള സർക്കാർ കൊടുക്കുന്ന ഒരു അവാർഡ് സംവിധാനമുണ്ട്, ശ്രമശക്തി എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലെ അധ്വാനത്തിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അതിനപേക്ഷിച്ചപ്പോൾ ജില്ലാതലത്തു നിന്ന് കടലാസ് മേലോട്ട് കയറിയ പാടും ജൂറി പറഞ്ഞത് ഇത് പഴഞ്ചൻ സംവിധാനമാണ്, കാളപൂട്ടലും സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയത്. ജില്ലാ കൃഷി ഓഫീസിൽ ഞാൻ ഉടനെ എഴുതി കൊടുത്തത് SBIയിലെ പാസ്ബുക്കിൽ ഇപ്പം കാളപൂട്ടുന്ന ഫോട്ടോ ആണ്, അത് അടിയന്തരമായിട്ട് മാറ്റാൻ ഐഡിയ കൊടുക്കേണ്ട സാറെന്ന് വെച്ചാൽ. അപ്പോൾ അത് സംസ്ഥാനത്തിലെത്തുമ്പോൾ ഇതിന് അത്ര വലിയ അംഗീകാരമൊന്നുമില്ല. അവരെ ഉദ്ദേശിക്കുന്നത് കാളപൂട്ടലെല്ലാം ഒരുപോലെ. ഈ യൂട്യൂബിൽ നമ്മൾ കാണുന്ന തെക്കൻ ജില്ലയിലത്തെ മരമടിച്ച് പായിക്കുന്ന കാളപൂട്ടലെയാണ് സർക്കാർ കാണുന്നത്. അത് ഒരു കാളപൂട്ടൽ സിസ്റ്റത്തിൽ വരില്ല. അത് ഇതിനെ നിർബന്ധിച്ചു കൊണ്ടുള്ള ഒരു പണത്തിൻ്റെ ഹുങ്കൃതിയായ ചാടിക്കൽ മാത്രമാണ്. ശരിക്കും വട്ടം പിടിച്ച് ഉഴുക എന്ന് പറഞ്ഞത് നമ്മളെ ഈ പൂട്ടലാണ്. പാരമ്പര്യത്തോടുള്ള കുറവുണ്ട്. ആ പാരമ്പര്യക്കാരെല്ലാവരും വൈലോപ്പിള്ളി കവിതയിൽ പറഞ്ഞ പോലെ കുന്നും വെള്ളയും പട്ടി നിരത്തി വലിയൂർവള വലിയ പൂന്തോട്ടം നിറച്ച പൂർവികരെ സ്മരിച്ചുകൊണ്ട് അത് നമ്മൾ ഈ കാളകൂട്ടൽ പ്രസ്ഥാനം ഇപ്പം കൊണ്ടു നടക്കുന്നു. പാരമ്പര്യത്തിൻ്റെ ഈ ചുവടുകൾ മണ്ണിൽ നിന്നും മായാതിരിക്കട്ടെ.